SIP ഒരു ആപ്ലിക്കേഷൻ വഴി ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാണോ നല്ലത്, അതല്ല ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ വഴി റെഗുലർ മെത്തേഡ് ചെയ്യുന്നതാണോ നല്ലത്? മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ മുഖേന ചെയ്താൽ ഒരുപാട് നഷ്ടം സംഭവിക്കുമോ? 99 ഡേയ്സ് ചലഞ്ച്. നമ്മൾ കാറിൽ ചെന്നൈ പോകാൻ പ്ലാൻ ചെയ്യുന്നു. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു, രണ്ട് ഒരു ഡ്രൈവർ സെറ്റാക്കി നമ്മൾ കാഴ്ചകൾ കണ്ട് നല്ല ആസ്വദിച്ച് പോകാം. നമ്മൾ ഡ്രൈവറിന് കൊടുക്കേണ്ട 2000 രൂപ ലാഭിക്കാനായി നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തു പോയി. പോകുന്ന വഴിയിൽ ടയർ ഒന്ന് പഞ്ചറായി. എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല. ഡ്രൈവർ ഉണ്ടായിരുന്നുവെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് സ്റ്റെപ്പിന് കയറ്റി നമുക്ക് യാത്ര ചെയ്യാമായിരുന്നു. ഇനി റെഗുലർ മെത്തേഡിൽ ചെയ്താൽ എത്ര നഷ്ടം സംഭവിക്കും? SBI സ്മോൾ ക്യാപ്പ് ഡയറക്റ്റ് മെത്തേഡിൽ NIV വരുന്നത് 203 രൂപ, റെഗുലർ മെത്തേഡിൽ NIV വരുന്നത് 179 രൂപ, അതായത് ഏകദേശം 24 രൂപയുടെ ഡിഫറൻസ്. അതായത് 1000 യൂണിറ്റ് നമ്മൾ റെഗുലർ മെത്തേഡിൽ സെയിൽ ചെയ്യുമ്പോൾ 24,000 രൂപ നമുക്ക് നഷ്ടമാണ്. പക്ഷേ ഈ ഒരു നഷ്ടം വിചാരിച്ച് ഡയറക്റ്റ് മെത്തേഡിൽ വലിയൊരു നഷ്ടം വേറെ നമ്മൾ ഉണ്ടാക്കരുത്. നമുക്ക് എക്സ്പേർട്ട് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പേർട്ട് നോളജ് ആയ ഒരു സെബി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മെത്തേഡാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ റെഗുലർ മെത്തേഡ്.